ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് ഗാർഡൻ കുറച്ച് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടില്ലേ, ഞാൻ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഈ മഴ പെയ്ത് നിന്നുള്ള അതിൻ്റെ കോലാഹലങ്ങളാണ് ഈ മൊത്തം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തുള്ളൂ. അത് കുറച്ചുകൂടി താഴ്ത്തി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തണം കേട്ടോ. ഈ ഒരു പ്ലാന്റിനെ ഞാനിവിടെ ഗ്രാസോട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റോൺസൊക്കെ ഇടണം കുറച്ച് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഗ്രാസ് അറ്റത്തുനിന്ന് തൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒന്നും ഫില്ലിങ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ടുള്ളൂ. അതുപോലെ ഇവിടെ കണ്ടോ, ഈ മരത്തമ്മ ഞാൻ മറ്റേ ആൽബോ ഇല്ലേ, എന്താ പറയുക, സിങ്കോണിയത്തിൻ്റെ അത് ഞാൻ ക്രീപ്പർ പടർത്താൻ വേണ്ടിയിട്ട് കടയ്ക്ക് നട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 പ്ലാന്റോളം. പിന്നെ ഇതാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇന്ന് മണ്ണുത്തിന്ന് പോയി മേടിച്ചതാണ്. ഇതിപ്പോൾ ഇതിൽ നിറച്ച് ചവറ് വീണു, മഴ പെയ്ത് ഇതായപ്പോഴേ നിറച്ച് ചവറായാകെ. ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ഇത് വന്നിട്ട് വെട്ടുകല്ലാണോ അതുപോലെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ. അത് നല്ല ഇത്രയും വീതി ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്, നല്ല വെയിറ്റാണ്. ഈ റൗണ്ടിലുള്ള ഈ ഒരു സ്റ്റോണിന് നമുക്ക് 200 രൂപ 200 ആണ് കേട്ടോ ഈ ഒരു സ്റ്റോണിൻ്റെ റേറ്റ് വന്നിട്ട്. അതുപോലെ ഞാൻ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ സ്റ്റോണാണ് കേട്ടോ മേടിച്ചത്. കാരണം വെള്ളയോ മറ്റു കളറുകളോ മേടിച്ചാൽ മണ്ണല്ലേ, പിന്നെ എപ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ ചെളിയാവും. അപ്പോൾ എനിക്ക് ബെറ്റർ തോന്നിയത് ഈ ഒരു സ്റ്റോൺ തന്നെയാണ് കേട്ടോ. ഇത് ഒരു ചാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു ചാക്കാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇതുപോലെ ഒരു ചാക്കാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഈ ഒരു സ്റ്റോണ്. ഇത് ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റോണിന് നമുക്ക് 15 കിലോ ഉണ്ടായിരുന്നു. ഇതിന് നമുക്ക് റേറ്റ് വന്നത് 125 രൂപയാണ് കേട്ടോ ഈ ഒരു സ്റ്റോണിന് റേറ്റ് വന്നത്. ഇത്രയും ഇത് ഫുൾ ആ ചാക്കെടുത്ത സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഇനി ചെടികൾ ഞാൻ വെച്ചിട്ടില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത് കവറിൽ തന്നെ ഞാൻ അങ്ങനെ വെച്ചേക്ക്, ഇത് നട്ടിട്ടൊന്നുമില്ല. ഇത് നടും, ഞാൻ ഓരോന്ന് പറിച്ചിട്ട് നട്ട് സെറ്റാക്കണം. ഇതിൽ ഞാൻ കുറച്ച് വെറൈറ്റികൾ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഒരു വെറൈറ്റി ഉണ്ട്, പിന്നെ അതുപോലെ ഈ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്, ഇതുണ്ട്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വെറൈറ്റി, അങ്ങനെ 1 2 3 4 വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ചീരകളില്ലേ അത് മേടിച്ചത് കേട്ടോ. അതൊന്നും സെറ്റാക്കിയിട്ടില്ല, സെറ്റ് ചെയ്ത് വെക്കണം, നട്ടിട്ട് ഇത് വെക്കണം കേട്ടോ ഈ ഒരു ചീരകൾ. ഇതിന് നമുക്ക് എത്രയാണ് 15 രൂപയോ, ഇതിൽ 2 റേറ്റിൻ്റെ ഉണ്ട്, 15 20 അങ്ങനെയാണ് കേട്ടോ നമുക്കിതിന് വന്നിട്ടുള്ളത്. ഞാനപ്പോൾ ഇത് വെച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് കരുതി. ഞാൻ നട്ടിട്ടൊന്നുമില്ല, ഇതിപ്പോൾ ഇന്ന് വെയിൽ കൊണ്ടാണ് വന്നത്. ഇത് പറിച്ചിട്ട് നടണം. ഇതൊക്കെ 15 20 അങ്ങനെ 2 റേറ്റിലാണ് കേട്ടോ ഇതിൽ ചീരകളുള്ളത്. അപ്പോൾ ഞാൻ അകത്തി കാണിച്ചു തരാം. കണ്ടോ, ഇതിനി കുറേ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഗ്രാസൊക്കെ വെച്ച് ഞാൻ ഇപ്പോൾ പറയണില്ല, ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഈ ഒരു ചീരയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈറ്റ് ഉള്ളതാണ്. ഇത് ആ ഫ്രണ്ടിൽ നമ്മൾ ബുദ്ധനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ സെറ്റ് ചെയ്യാനാണ്. അതുപോലെ ഈ ഗ്രാസ് കേട്ടോ, ഇതേ കണ്ടോ, ഈ ഒരു ഗ്രാസ്, ഈ ഗ്രാസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 60 രൂപയാണ് കേട്ടോ ഗ്രാസിന് റേറ്റ് വന്നത്. പക്ഷേ ഇതിനകത്ത് കണ്ടോ 3 ഷൂട്ട് 4 ഷൂട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രാസ്. നമുക്ക് 60 ഇതിന് റേറ്റ് വന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കുറവിന് കിട്ടാനായിട്ടുണ്ടാവും ഗ്രാസൊക്കെ മണ്ണുത്തി ഭാഗത്തായതുകൊണ്ട്. പക്ഷെ ഞാനങ്ങനെ ഉണ്ണികളൊക്കെ ഉള്ള കാരണം അധികം നോക്കിയില്ല. പിന്നെ എനിക്ക് ബൈക്കുമ്മയാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സൗകര്യക്കുറവും കൂടി ഉള്ള കാരണം എനിക്ക് കിട്ടണത് കുറച്ചടുത്തുനിന്ന് കിട്ടുന്നത് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇത് അങ്ങേ അറ്റം വരെ ചെയ്യണം. ഞാനിവിടെയൊക്കെ ഇപ്പോൾ ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഓരോ ചെടികളാണ്, അതൊക്കെ അങ്ങേ അറ്റം വരെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഓരോന്ന് വെക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. എല്ലാം നട്ട് സെറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് കാണിച്ചിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ കാണിച്ചതാണ്. ബാക്കി ഫുള്ള് വെച്ച് സെറ്റാക്കിയിട്ട് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ നടത്താനുണ്ട് ഇതിനകത്ത്. നിറച്ച് ചവറൊക്കെ വീണ് കിടക്കണം ഇപ്പോൾ മഴ പെയ്തപ്പോഴേ. അപ്പോൾ അതിന് ശേഷം ഞാൻ ക്ലിയർ ആയിട്ട് ഓരോന്ന് ചെയ്തതിൻ്റെ ഇത് ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ.